വയനാട്ടിലെ ജനങ്ങളോട് പുലർത്തുന്ന ചിറ്റമ്മ നയം, കേന്ദ്ര ഗവൺമെൻറ് പുലർത്തുന്ന ചിറ്റമ്മ നയം, അതും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചില കെടുകാര്യസ്ഥയും യഥാർത്ഥത്തിൽ വയനാട് ലോക്സഭാ ഇലക്ഷനിൽ പ്രതിഫലിച്ചു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇപ്പോൾ അവിടെ വോട്ടിംഗ് ശതമാനം ഒരുപാട് കുറഞ്ഞു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ലായിരുന്നു എങ്കിൽ, നേരത്തെയുള്ള വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം കടന്നു പോയേനെ. കാരണം ജനങ്ങൾ അവരെ അതേപോലെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. പ്രിയങ്ക വളരെ പ്രിയങ്കരിയായിട്ട് വയനാടിന് മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ശബ്ദിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് പ്രിയങ്ക മാറിയിട്ടുണ്ട് കാലങ്ങളായിട്ട്. അത് അവരുടെ പല പ്രസംഗങ്ങളിൽ നിന്നും അതും ഇതുമൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷേ ഇന്ന് വരെ പ്രിയങ്കയ്ക്ക് പാർലമെൻറ്റിൽ ഈ ശബ്ദിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അതാദ്യമായിട്ട് കൊടുക്കുന്നത് വയനാട്ടുകാരാണ്. അത് ഈ വയനാട്ട് പ്രിയങ്ക ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു തർക്കമില്ലായിരുന്നു. ഭൂരിപക്ഷം എത്ര കഴിയും എന്നുള്ളതാണ്. കോൺഗ്രസ് ക്ലെയിം ചെയ്ത ഭൂരിപക്ഷം, അതായത് UDF ക്ലെയിം ചെയ്തത് 4 ലക്ഷത്തിന് മുകളിലുള്ള ഭൂരിപക്ഷം ജയിക്കുമെന്ന് പറഞ്ഞു. 4,10,000 മേലുള്ള ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചു. അത് നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പോലും, അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റ് കുറഞ്ഞിട്ട് പോലും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒക്കെ സാധാരണഗതിയിൽ ഇതുപോലെ പോളിംഗ് ശതമാനം കുറയാറുണ്ട് മിക്കവാറും. എങ്കിൽ പോലും ഇവിടെ അങ്ങനെ അല്ലാത്ത ഉപതെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. കഴക്കൂട്ടത്ത് പണ്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അതിനകത്ത് ശ്രീ AK ആൻ്റണിയും അതുപോലെ ശ്രീധരൻ അനുമായിട്ടാണ് ഉണ്ടായിരുന്ന മത്സരം. അത് പൊടി പറന്ന മത്സരമായിരുന്നു. അത്രത്തോളം വലിയ പെർസെൻറ്റേജ് വോട്ടിങ്ങിൽ അവിടെ പ്രതിഫലിക്കുകയും ചെയ്തു. അതൊരു പ്രത്യേകതയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കണ്ടേക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എന്നൊക്കെ പറയുന്നതിലെല്ലാം ആളുകൾക്കൊരു താല്പര്യം വരത്തില്ല. ഒന്ന്, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാൾ ഇവിടുന്ന് രാജിവെച്ചതുകൊണ്ട് ജയിച്ച് രാജിവെച്ചുകൊണ്ട് മാത്രം വന്നു, ഉപതെരഞ്ഞെടുപ്പ് വന്നു. അല്ലെങ്കിൽ ഒരാളുണ്ടായിരുന്നു മരിച്ചുപോയി, അത് അവിടെ ചിലപ്പോൾ അന്നേരം പെർസെൻറ്റേജ് കൂടാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഈ രാജിവെച്ചിട്ട് ഒഴിവ് വരുന്ന സ്ഥാനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ പെർസെൻറ്റേജ് പലപ്പോഴും കുറയും. വയനാട്ടിൽ കുറഞ്ഞു. ഇത് വയനാട്ടിൽ കുറയാനുള്ള കാരണം ഇത് മാത്രമൊന്നുമല്ല. ഒന്ന്, ആ ജനതയാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഒരു വലിയ മഹാൻ പറയുന്നത് നമ്മൾ കേട്ടല്ലോ, ഒരു നാടാകെ ഒലിച്ചു പോയെന്ന് പറയുന്ന ഒന്നും ശരിയല്ല. ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ ഒലിച്ചു പോയി. കൂളായിട്ട് പറയുകയാണ്. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞതിന് വലിയ വിലയൊന്നും കൊടുക്കാൻ ഒക്കെയല്ല. കാരണം അന്തർദേശീയ തലത്തിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞാൽ ഇവിടെ ന്യായമായിട്ടും കൂടുമല്ലോ എന്ന് പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ ആളായതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളതല്ല. എന്നാലും അവരെടുക്കുന്ന ആ രീതി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു നാടൻ ഇത്രയും ഒലിച്ചു പോയെന്ന് വെച്ചാൽ ഇതൊരു വലിയ ദുരന്തമല്ല എന്നുള്ള രീതിയിൽ അതിന് വില കുറച്ച് കാണാനായിട്ടുള്ള ഒരു ശ്രമം അവിടെ നടന്നു. ഇതെല്ലാം ഈ ഇലക്ഷനെ പ്രതിഫലിച്ചു എന്നുള്ളത് സത്യമാണ്. കാരണം അവിടെ ജനങ്ങൾ അതുപോലെ മടുത്തു. അവിടെ NDAക്ക് എന്തുമാത്രം വോട്ട് കുറഞ്ഞെന്നൊന്ന് ആലോചിച്ച് കണ്ടോളൂ. NDAക്ക് വോട്ട് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം പലരും വോട്ട് ചെയ്യാൻ വരുത്തുമില്ല. ഇതിന് NDAയുടെ ആഭിമുഖ്യമുള്ള ആളുകൾ പോലും വോട്ട് ചെയ്യാൻ വന്നില്ല. പലപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്ക്, അതായത് ഈ ഇടതുപക്ഷത്തിനുള്ള വോട്ടും ഗണ്യമായിട്ട് കുറഞ്ഞു. കാരണം ആനി രാജയ്ക്ക് കിട്ടിയ വോട്ടുകൾ ശ്രീ സത്യൻ മൊകേരി, അദ്ദേഹം വളരെ സംശുദ്ധതയുള്ള ഒരു നേതാവാണ്, വളരെ ക്ലീൻ ഇമേജുള്ള ഒരു നേതാവാണ്. എന്നിട്ട് പോലും സത്യൻ മൊകേരിക്ക് അതിനടുത്തെത്താൻ പറ്റിയില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇവരെ രണ്ടുപേരെയും ആളുകൾ തിരസ്കരിച്ചു എന്നുള്ളതാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിയെ തോളിലേറ്റി ജനം, അത് നമുക്ക് കാണാം. പ്രിയങ്കയുടെ ശബ്ദം ഇനി പാർലമെൻറ്റിൽ പ്രതിഫലിക്കും. ഇപ്പം നാളെ ശീതകാല സമ്മേളനം തുടങ്ങുകയാണ്. അത് തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് കാണേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ആയിരിക്കും ഒന്ന്. ഇലക്ഷൻ്റെ ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഡിക്ലെയർ ചെയ്തല്ലോ, വിജയിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തു, ആ സർട്ടിഫിക്കറ്റ് മാത്രം മതി. അതുമായിട്ട് പാർലമെൻറ്റിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശീതകാല സമ്മേളനത്തിൽ പ്രിയങ്കയുടെ ശബ്ദം പാർലമെൻറ്റിൽ പ്രതിധ്വനിക്കും എന്ന് നമുക്ക് കാണാം. രാഹുൽ ഗാന്ധി നന്നായിട്ട് പാർലമെൻറ്റിൽ പെർഫോം ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഒരു ആഡഡ് ഫോഴ്സായിട്ട് പ്രിയങ്ക അവിടെ മാറും. ചിലപ്പോൾ പ്രിയങ്കയുടെ ആഡഡ് ഫോഴ്സായിട്ട് രാഹുൽ മാറുന്നതായിരിക്കാം നമുക്ക് കാണാനുള്ളത്. ആ രീതിയിലുള്ള അത്രയും കഴിവ് പ്രിയങ്കയ്ക്കുണ്ട്.
ഇത് മാത്രം പിന്നെ ഇവിടെ ജയിച്ചിട്ട് പോയാലും അത് ആദ്യമായിട്ട് പ്രിയങ്ക ഇപ്പോൾ അവിടെ പറഞ്ഞത്, പ്രിയങ്ക ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഈ വയനാട്ടിലെ ഈ ദുരന്തമായിരിക്കും മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. വയനാട്ടിലെ ദുരന്തത്തിന് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി വന്ന് ഇവിടെ കണ്ണീരൊലിപ്പിച്ച് ഒരു കൊച്ചിനെ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവിടെ എല്ലാം കിട്ടുമെന്ന്. ഒരു ചുക്കും സംഭവിച്ചില്ല, ഒന്നും കൊടുത്തില്ല. ഇപ്പോഴെന്താ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നതോ ഈ ജനങ്ങൾ ഇപ്പോൾ വളരെ ദുരിതത്തിലാണ്. അവർക്ക് താമസിക്കാൻ വീടില്ല അവിടെ, ഇത് നഷ്ടപ്പെട്ടവർക്ക്. അവർ ആ മണ്ണിലൂടെ നടക്കാൻ പോലും അവർക്ക് പേടി. കാരണം ഇതിനടിയിൽ എത്ര പേര് കിടപ്പുണ്ടെന്ന് അവർക്ക് അറിയില്ല, അവരുടെ ബന്ധുക്കൾ. ആ രീതിയിലുള്ള ഒരു കാര്യമാണ് വരുന്നത്. പിന്നെ ഒരുപാട് നൂലാമാലകൾ അതിലിപ്പം വന്ന് പെടുന്നുണ്ട്. ഇപ്പോൾ ഹാരിസൺസ് മലയാളത്തിൻ്റെയൊക്കെ ഭൂമി ഒന്ന് ഏറ്റെടുത്ത് ഇവർക്ക് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നോക്കുമ്പോൾ അവരത് ഹൈക്കോടതി വന്ന് തർക്കിച്ചേക്കാണ്. അതിപ്പോൾ അത് ഹൈക്കോടതി കിടക്കുക. അപ്പോൾ ആ മാറ്റർ ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ അതിനൊന്ന് എളുപ്പമുള്ള ഒരു മാർഗം നമ്മൾ കാണുന്നില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് പൈസ ഇല്ല, പണമില്ല. ആ പണമില്ലാത്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. അത് അവർ കൊടുക്കുന്നില്ല. അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഇപ്പോഴും കോടതി പറയുന്നത് എന്താണ്? അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇത് ഇനി പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് തീരുന്നത് കാണാൻ പറ്റുമെന്ന് നമുക്ക് സംശയം. ഈ രീതി പ്രോസസ്സിങ് നടന്നു പോയാൽ ബഹുമാനീയനായ പ്രധാനമന്ത്രി ഒരു കാര്യം ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഇവിടെ വന്ന് കണ്ടതല്ലേ. പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് വരണമെങ്കിൽ അത്രയും പ്രാധാന്യം അതിനുണ്ടായതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം വരാറില്ലല്ലോ ആവശ്യമില്ലാതെ. ഇലക്ഷന് ആർക്കെങ്കിലും വോട്ട് ചോദിക്കാനോ അതിന് മുന്നോടിയായിട്ട് എവിടെങ്കിലും സ്ഥലം പിടിച്ചടക്കാനുണ്ടെങ്കിൽ അതിന് വരാനോ മാത്രമേ വരാറുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇതുപോലൊരു ദുരന്തം ഉണ്ടായത് വരുമ്പോൾ അതൊരു വൻ അതീവ ഗുരുതരമുള്ള, ദേശീയ പ്രാധാന്യമുള്ള അതീവ ഗുരുതരമായ ഒരു ദുരന്തമാണെന്നുള്ളതിന് ഒരു സംശയമില്ല. അങ്ങനെ അത് പ്രഖ്യാപിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതല്ലേ. ചെയ്തു കഴിഞ്ഞാൽ അത് പണം കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അത് ചെയ്യത്തില്ല. ഇത് ഈ BJP-ക്കാരെ ഇപ്പോൾ ജനങ്ങൾ ഇവിടെ തിരിച്ചറിയാണ്. കേരളത്തിൽ ഇവിടുന്ന് നമുക്കൊക്കെ പോയ ഒരു MP ഉണ്ടല്ലോ, അവിടെ എന്നിട്ട് ഇത് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? അപ്പോൾ ഈ കെടുകാര്യസ്ഥത, അതായത് സെൻട്രൽ ഗവൺമെൻറ് നിർബന്ധമായിട്ട് ഇത് കൊടുക്കേണ്ട ധനസഹായം, സാമ്പത്തിക സഹായം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം വരുത്തില്ല എന്ന് അഷ്വറൻസ് കൊടുത്തിട്ട് പോയ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ കാണുമായിരിക്കും ചിലപ്പോൾ. ഉണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കണം കാത് തുറന്ന്. പ്രിയങ്കയുടെ ശബ്ദത്തിൽ വരാൻ പോകുന്ന അഭ്യർത്ഥന ഇതാണ്, പാർലമെൻറ്റിൽ വരാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വയനാട്ടിലെ ഈ ദുരന്തം, അതിനകത്ത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനങ്ങാപ്പാറ നയം അവിടെ കൊടുക്കേണ്ട പണം കൊടുക്കുന്നില്ല. ഇതിപ്പോൾ അത് ഏത് പക്ഷം, ഇത് ഇടതുപക്ഷം ഭരിക്കുന്നെന്നോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. പ്രേമേന്ദ്രൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞല്ലോ, ഇതിനു വേണ്ടി അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടും എന്ന് പറഞ്ഞതാണ്. സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടത് അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും കിട്ടേണ്ടതല്ലേ. അതിനു വേണ്ടി എല്ലാ MP-മാരും അവരുടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നിൽക്കണം. അവർ നിൽക്കും അതിനുവേണ്ടി. കാരണം ഈ പണം ആർക്ക് കിട്ടുന്നെന്നുള്ളതല്ല, പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, അവരുടെ കണ്ണീരൊപ്പാനുള്ളതാണ്. അത് കൊടുക്കണം. അത് കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ കെടുകാര്യസ്ഥയാണ്. അത് BJP ഇവിടെ തന്നെ ഒരുപാട് ദോഷം ചെയ്തു. ആ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തല്ലോ, നമ്മൾ കണ്ടതാണ്. കാരണം BJPക്ക് ഒരുപാട് വോട്ട് ഇപ്പോൾ പാലക്കാട് നമ്മൾ കണ്ടു കുറയുന്നതാണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവർക്ക് തകർച്ച നേരിട്ടു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ട് പോലും ഒരുപാട് പ്രയത്നിച്ചു. അദ്ദേഹത്തിനെ ഒരുപാട് മോശക്കാരനാക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തു നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നേരത്തെ ഉള്ള ഭൂരിപക്ഷം, അതായത് ഷാഫിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനെ കഴിഞ്ഞ് എത്രയോ 4-5 മടങ്ങ് ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന ഇത്രയും വലിയ പാർട്ടി, നിങ്ങൾ എന്തിനാണ് ഈ കേരളത്തോട് ഈ ചിറ്റമ്മ നയം പുലർത്തുന്നത്? കേരളം ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭാഗമല്ലേ ഇപ്പോഴും? നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ പോലും അങ്ങനെ ആകരുത്. നിങ്ങളുടെ മനസ്സിലും കേരളം ഇന്ത്യയുടെ ഭൂപടത്തിലുണ്ട് എന്നൊന്ന് കാണണം, മനസ്സിലാക്കണം.